അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വിഷയം വിഫലമാകുന്ന വിലാപങ്ങൾ എന്നാണ്. ദുനിയാവിലെ ഏത് വിലാപങ്ങളും ഏത് കരച്ചിലും അത് സഫലമാണ്. കരയണ്ട പെണ്ണെ, നീ കരയണ്ട. കാരണം നിനക്ക് പരിഹരിക്കാനുള്ള സമയം അല്ലാഹു തന്നിട്ടുണ്ട്. നിനക്ക് ആ സമയം പരിഹരിച്ച് വിജയത്തിലെത്താൻ കഴിയുമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായത്തിലൂടെ 6660 ചെല്ലുവാനും വരുന്ന ആയത്തുകളിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന 5 വിലാപങ്ങളാണ്. 5 വിലാപങ്ങളാണ്, 5 നിലവിളികളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുന്ന 5 വിലാപങ്ങളെ പറ്റിയാണ്. അതിഞ്ഞാലെന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഉമർ സമർക്കന്ത് നഗറിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമുക്ക് ഫലം കാണാത്ത 5 വിലാപങ്ങളാണ്. ഒരിക്കലും നമുക്ക് ഫലം കാണാത്ത 5 നിലവിളികളാണ്. നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത മഹ്ശറയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറയുകയാ, നിന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റുന്ന, നിന്റെ മാറിടത്തിന്റെ സുഗന്ധമേറ്റുവാങ്ങി നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട സ്നേഹഭാജനമായ പ്രേമഭാജനമായ നിന്റെ കരളിന്റെ രാജകുമാരനില്ലേ, ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞ സഹോദരങ്ങളെ വാലന്റൈൻസ് ഡേ ആണ്. പരസ്പരം പ്രണയിക്കുന്നവർക്കുള്ള ദിനമാണ്. നമുക്കൊന്ന് പറയാം പ്രിയപ്പെട്ടവരെ, എത്ര സ്നേഹത്തോടെ സന്തോഷത്തോടെ രമ്യതയിലൂടെ ഐക്യത്തോടെ കഴിയുന്നവരാണെങ്കിൽ നാളെ പരലോകത്ത് വന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ആണ് പെണ്ണിനെ കാണുമ്പോൾ ഓടി വിളിക്കുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ ഓടി വിളിക്കുകയാണ്. ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ഓടി മറയുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമക്കള് മാതാപിതാക്കളെ കാണുമ്പോ, മാതാപിതാക്കള് പൊന്നുമക്കളെ കാണുമ്പോ അല്ലാഹുവേ, എല്ലാവരുടെ കണ്ണിൽ നിന്നും ഓടി മറയുന്ന മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിലോട്ട് കടന്നു വരുമ്പോ വിഫലമാകുന്ന 5 വിലാപങ്ങളെ പറ്റിയിട്ട് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാല് ഫലം കാണാത്ത നീ എവിടെ നിലവിളിക്കുന്ന പടച്ചവനെ, ഇവിടെ ദുനിയാവിലാണ് നീ കരഞ്ഞതെങ്കിലോ അല്ലാഹുവേ പരാജയപ്പെട്ടു പോയി, കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാല് പൊന്നുമോനെ സങ്കടപ്പെടണ്ട. 3 കൊല്ലം കഴിഞ്ഞാ നിനക്ക് വീണ്ടും മത്സരിച്ചു ജയിക്കാം. പക്ഷെ നാളെ പരലോകത്ത് വരുമ്പോൾ 5 വിലാപങ്ങളെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ വിഫലമാകുന്ന വിലാപങ്ങളിൽ നിലവിളികളിൽ 5 നിലവിളികളും എന്റെ പ്രിയപ്പെട്ടവരെ പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ടൊന്ന് ഉണർന്നിരുന്ന് കേൾക്കുമോ, ഒന്നുണർന്നിരുന്ന് ശ്രദ്ധിക്കുമോ? ജീവിതത്തിന്റെ മാറ്റത്തിന്റെ മാറ്റുലിയായി മാറാൻ ഈ മതവിജ്ഞാന വേദി മാറട്ടെ, പരിവർത്തനത്തിന്റെ പടഹത്വനിയായി മാറാൻ ഈ മതപ്രസംഗ പരമ്പര മാറട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ 5 നിലവിളികളുണ്ട്. നാളെ പരലോകത്ത് വരുമ്പോ നിലവിളിക്കുന്ന നിലവിളികളാണ്. ഇത് ഫിർഔന് നിലവിളിക്കുന്നതാണ്, ഹാമാൻ നിലവിളിക്കുന്നതാണ്, ഖാറൂൻ നിലവിളിക്കുന്നതാണ്, ഹിറ്റ്ലർ നിലവിളിക്കുന്നതാണ്, മുസോളിനി നിലവിളിക്കുന്നതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, ഞാനും നിങ്ങളും നിലവിളിക്കുന്നതാണ്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണേ, ഞങ്ങളെ കാക്കണേ അല്ലാ. നാളെ പരലോകത്തിന്റെ പെങ്ങളെ 1000 വട്ടം ഞാൻ എന്റെ പെങ്ങളോട് ഹൃദയം കൊണ്ട് പറയുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾ ഉറങ്ങല്ലേ, ഇന്നത്തെ ഈ 2 മണിക്കൂർ നിങ്ങൾ ഉറങ്ങല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ മാറാ കഴിയണമെങ്കിൽ മാറാൻ പറ്റുന്ന ഒരു പ്രസംഗമാണ്. 1000 വട്ടം എന്റെ നഫ്സിനോട്, എന്റെ ശരീരത്തോട്, അതിൽ 1 വട്ടമാണ് നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫജ്ർ ഉണ്ടല്ലോ, ആ സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹു പറയുകയാണ്, കല്ലാ ഇദാ ദുഖത്തിൽ അർളു ദക്കന ദക്കാ. ഈ പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഭൗമോപരിതലമുണ്ടല്ലോ, ഈ പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി അല്ലാഹു പൊടിപടലങ്ങളായി പാർപ്പിച്ച് ഈ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂമധൂളികളാക്കി മാറ്റിക്കളഞ്ഞാൽ
ഞാനും നിങ്ങളും കാണുന്ന പടുകൂറ്റം പർവ്വതങ്ങൾ പോലും അപ്പുപ്പൻ താടി പോലെ പാറിക്കളിക്കുന്ന ഒരു കാലം വരും എന്റെ പ്രിയപ്പെട്ടവര്. അത് ലോകാവസാനത്തിന്റെ സമയമാണ്. ആ കാലഘട്ടത്തിലെ ഭൂമിയെ പടച്ചതമ്പുരാ പൊടിപടലങ്ങളായി ധൂമധൂളികളായി പാറിപ്പിക്കുന്ന സമയത്ത് അല്ല പറയുന്നു അല്ലാഹു ഇറങ്ങി വരികയാണ്. മഹ്ശറ സഭയിലെ കഥയെ പറ്റിയാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. അല്ലാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന ജനവിഭാഗത്തിന്റെ മുമ്പിൽ ഈ അതിഞ്ഞാലുള്ളവര് മാത്രമല്ല, കാസർഗോഡ് ജില്ലക്കാര് മാത്രമല്ല, കേരളത്തിലുള്ളവര് മാത്രമല്ല, ഇന്ത്യയിലുള്ളവര് മാത്രമല്ല, ഈ ഏഷ്യയിലുള്ളവര് മാത്രമല്ല, ആകാശത്തിന് ഭൂമിക്ക് മുകളിലുള്ള മുഴുവനും പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് അല്ലാഹു ഹാജരാവുകയാണ്. പെങ്ങളെ നീ ആർക്കു വേണ്ടിയാണ് നമസ്കരിച്ചത്? ആർക്കു വേണ്ടിയാണ് തൊണ്ട പൊട്ടിക്കീരി നോമ്പ് പിടിച്ചത്? ആർക്കു വേണ്ടിയിട്ടാണ് നീ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നത്? ആ പടച്ചതമ്പുരാ ഹാജരായിരിക്കുകയാണ്. ആ അല്ലാഹു ഹാജരായിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു വൽ മലക്കു സഫന സഫാ. നാലു ഭാഗത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ അങ്ങ് വലയം തീർത്തിരിക്കുകയാണ്. അങ്ങനെ നാലു ഭാഗത്ത് മാലാഖം വലയം തീർത്ത് ഒരാൾക്ക് പോലും പിന്നിലോട്ട് മാറാൻ കഴിയാതെ അടിഞ്ഞാലുമർ സമർക്കുന്ന നഗരിലെ പ്രസംഗം കേൾക്കാവുന്നവരെ, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും എഴുന്നേറ്റ് പോകാം. ഇവിടുത്തെ വളണ്ടിയർമാർ നിങ്ങളെ തടഞ്ഞു വെക്കൂല. പക്ഷെ അല്ലാഹുവിന്റെ പരലോകത്ത് വന്നാൽ, അല്ലാഹുവിന്റെ കോടതിയിൽ വന്നാൽ ഒരു കുഞ്ഞിന് പോലും ഒരു ഇഞ്ച് പോലും പിന്നിലോട്ടൊന്ന് കാല് മാറ്റി വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ മാലാഖമാര് സംരക്ഷണ വലയം തീർത്തിരിക്കുകയാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്നതാരാണ്? പടച്ചതമ്പുരാനാണ്. നാലു ഭാഗത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നിരനിരയായി അണിയണിയായി വരിവരിയായി നിൽക്കുകയാണ്. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ശബ്ദം കേട്ടതെന്നറിയുമോ? ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാനും നിങ്ങൾ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തെ കൊണ്ടുവരികയാണ്. 70,000 ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ഓരോ ചങ്ങലകളിൽ 70,000 മാലാഖമാര് പിടിച്ചു വലിച്ച് അല്ലാഹുവിന്റെ നരകത്തെ കൊണ്ടുവരുന്ന സമയത്താണ് അവിടെ ഒന്നാമത്തെ നിലവിളി വരുന്നത്. അവിടെയാണ് വിഫലമാകുന്ന വിലാപങ്ങളിൽ ഒന്നാമത്തെ വിലാപം വരുന്നത്. അവിടെ നിന്നുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുകയാണ്, മനുഷ്യൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, അല്ലാഹുവേ ബാങ്ക് കേട്ടപ്പോൾ പള്ളിയിൽ കയറിയില്ല. അല്ലാഹുവേ ബാങ്ക് കേട്ടപ്പോൾ, പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോൾ ഞാൻ സീരിയലിന്റെ മുമ്പിൽ കിടക്കുകയായിരുന്നു. ഞാൻ പലിശപ്പണം കൊണ്ടാണ് എന്റെ പള്ള നിറച്ചതല്ല, കള്ളുകുടിയനായിരുന്നു റബ്ബേ, വിചാരിയായി പോയി തമ്പുരാനെ. അല്ലാഹുവേ ജീവിതത്തിൽ ഞാൻ സുഹൃതങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ ദുരാചാരത്തിന്റെ തേരിലേറെ സഞ്ചരിച്ചവനാണ്. ഞാൻ തെമ്മാടിയായി ആഭാസപരത്തോടെ ജീവിച്ചവനാണ്. അല്ലാഹുവേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. എപ്പോഴാണ് പൊന്നുമോനെ ചിന്തിക്കുന്നത്? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോൾ ചിന്തിച്ചില്ല. റമദാനിന്റെ പൊന്നമ്പിളി വാനിൽ കണ്ടപ്പോൾ ചിന്തിച്ചില്ല. സമ്പത്തിന്റെ കണക്ക് കാൽക്കുലേഷൻ നടത്തിയപ്പോൾ ചിന്തിച്ചില്ല. പരിശുദ്ധമായ ഹജ്ജ് മാസം വന്നപ്പോഴും ചിന്തിച്ചില്ല. നിന്റെ മുമ്പിൽ പാവപ്പെട്ടവന് വന്നപ്പോൾ ചിന്തിച്ചില്ല. പിന്നെ എപ്പോഴാണ് ചിന്തിക്കുന്നത്? അല്ല പറയുന്നു, നാളെ പരലോകത്ത് അല്ലാഹു ഹാജരായി നാലു ഭാഗത്ത് മലക്കുകൾ വന്ന് നരകം കൊണ്ട് വരുന്ന സമയത്ത് നീ ചിന്തിക്കുകയാണ്, റബ്ബേ ഒന്നിനും കഴിഞ്ഞില്ലല്ലോ. അല്ലാഹു കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാടാ ഇപ്പോൾ നീ ചിന്തിക്കുന്നത്? ഇപ്പൊ ചിന്തിച്ചിട്ട് എന്ത് കിട്ടാനാണടാ എന്ന് പടച്ചതമ്പുരാൻ ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് വിലാപങ്ങളിൽ ഒന്നാമത്തെ വിലാപം വരിക. നിലവിളികളിൽ ഒന്നാമത്തെ നിലവിളി വരുന്നത് അവിടെയാണ്. വിഫലമാകുന്ന വിലാപത്തിൽ ഒന്നാമത്തെ വിലാപം അവിടെയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. അല്ലാഹുവേ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായി
നിസ്കരിക്കേണ്ടതായിരുന്നു റബ്ബേ, നോമ്പ് പിടിക്കേണ്ടതായിരുന്നു അല്ലാ. എന്റെ മുമ്പിൽ പാവങ്ങൾ ഒരുപാട് വന്നല്ലോ, എന്റെ മുമ്പിൽ പാവപ്പെട്ടവൻ ഒരുപാട് വന്നല്ലോ. അല്ലാഹുവേ സഹായിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ചിന്തിക്കൂല ചെറുപ്പക്കാരാ, ഇപ്പോൾ ചിന്തിക്കൂല പണക്കാരാ, ഇപ്പോൾ ചിന്തിക്കൂല പെങ്ങളെ. എവിടെയാണ് ചിന്തിക്കുന്നത്? നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 5 നിലവിളികളിൽ ഒന്നാമത്തെ നിലവിളി എവിടെയാണ്? യഖൂലു യാ ലൈതനി ഖദ്ദമതു ലിഹയാതി. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഒന്നാമത്തെ വിലാപത്തെ പറ്റിയാണ് പടച്ചതമ്പുരാൻ അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ കുറയ്ക്കരുത്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, റബ്ബേ ഇൽമിന്റെ മജ്‌ലിസ് നടന്നല്ലോ, ഒന്നും ഞാൻ ചെന്നിരിക്കേണ്ടതായിരുന്നു. 1 മണിക്കൂർ ഞാൻ ആ സദസ്സിൽ ഇരിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞില്ലല്ലോ. ഒന്നുമില്ല, കയ്യില് ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന, ഞാനും നിങ്ങളും നാളെ അനുഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ വിലാപത്തെ പറ്റിയിട്ട് പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്ർ ഒന്ന് മറിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമതായി ഖുർആൻ പരിചയപ്പെടുത്തി, നാളെ പരലോകത്ത് നീ അവിടെ ചെന്ന് നിൽക്കുമ്പോ നരകം കൊണ്ടുവന്നു, അല്ലാഹു ഹാജരായി. ഈ സമയത്ത് പടച്ചവനെ ഞാൻ വല്ലതും ചെയ്യേണ്ടതായിരുന്നു, ഒന്നും എന്റെ കയ്യിലില്ല. അവിടെയാണ് നീ ഒന്നാമതായി വിലപിക്കുന്ന, നിലവിളിക്കുന്ന ഒന്നാമത്തെ നിലവിളിയെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പെങ്ങളെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവ് ശരീരത്തോട് വിട പറയുന്നതിന് മുമ്പ് ആ നിലവിളി നിങ്ങൾ ദുനിയാവിൽ നിലവിളിക്കണം. ഈ ദുനിയാവിൽ നിങ്ങൾ നിലവിളിക്കണം. നാളെ പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദുനിയാവിൽ വെച്ച് തീരുമാനിച്ചിട്ട് പോകണേ. സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ നിങ്ങൾക്കറിയില്ലേ? ആരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? നമുക്ക് മറക്കാൻ കഴിയുമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സന്തോഷത്തിൽ സമ്പാദത്തിൽ നബി തങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച നബി തങ്ങളുടെ കളിക്കൂട്ടുകാരാ, കളിത്തോഴനെ, മനസ്സിന്റെ മാണിക്യമേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ചിന്തിക്കണേ സഹോദരങ്ങളെ, ആരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? കൂടെയുള്ള ഉമറുൽ ഫാറൂഖ് അടക്കമുള്ള സഹാബത്ത് പറഞ്ഞത്, അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ അമലുകളോ ഈ അബൂബക്കറിന്റെ ഒരു രാത്രിയിലെ അമലോളമായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ അമലുകളും, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ സൽക്കർമ്മങ്ങളോ ഈ അബൂബക്കർ സിദ്ദീഖിന്റെ ദിവസത്തിന്റെ ഒരു രാത്രിയിലെ അല്ലെങ്കിൽ ഒരു പകലിന്റെ അമലോളമായിരുന്നെങ്കിൽ, അല്ലാഹുവേ എത്രയോ നന്നായിരുന്നെന്ന് പറഞ്ഞതാരാണ്? മഹാനായ ഉമറുൽ ഫാറൂഖ് ആണ്. കൂടെയുള്ളവർക്ക് പോലും 100 നാവാണ് അബൂബക്കറിനെ പറ്റി പറയാ. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത് എന്താണ്? ലോകത്തുള്ള അംബിയാ മുർസലീങ്ങളുടെ ഈമാൻ ഒന്ന് മാറ്റിവെച്ചാൽ മുഴുവൻ സഹാബത്തിന്റെയും ഈമാൻ എടുക്കുക, മുഴുവൻ സ്വാലിഹീങ്ങളുടെയും ഈമാൻ എടുക്കുക, മുഴുവൻ സൂഫിയാക്കളുടെയും ഈമാൻ എടുക്കുക, മുഴുവൻ അല്ലാഹുവിന്റെ രക്തസാക്ഷികളുടെ ഈമാനും എടുക്കുക, ലോകത്തുള്ള മുഴുവൻ ആബിദീങ്ങളുടെയും ആലിമീങ്ങളുടെയും ഈമാൻ എടുക്കുക. ഈമാനെല്ലാം കൂടി എടുത്ത് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ
അടുത്തേ തട്ടിലേക്ക് മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ എടുത്തു വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആരുടെ ഈമാനാണ് ഭാരം തൂങ്ങുന്നതെന്നറിയുമോ? കാസർഗോഡ് ജില്ലയിലുള്ള ആളുകളുടെ ഈമാനല്ല, ആകാശപ്പിടാതെ ഭൂമിക്ക് മുകളിലുള്ള മുഴുവനും മനുഷ്യന്റെയും ഈമാൻ എടുത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഈമാൻ ഉണ്ടല്ലോ, ഈമാൻ എടുത്തിട്ട് തുലാസിന്റെ ഒരു തട്ടിലേക്ക് വെച്ചിട്ട് അടുത്ത തട്ടിലെ ഈമാൻ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ എടുത്തു വെച്ചാൽ ലോകത്തിന്റെ നായകന് പറയുകയാണ്, വല്ലാഹി അബൂബക്കറിന്റെ ഈമാനിന് ഭാരം വരുന്നതാണ്, അബൂബക്കറിന്റെ ഈമാനിന് ഭാരം വരുന്നതാണ്. അത്ര വലിയ ഈമാനിന്റെ മഹത്വമുള്ള ഒരുപാട് അമലുകൾ ചെയ്ത അബൂബക്കർ സിദ്ദീഖ് തങ്ങള് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള പാസ് അല്ലാഹുവിന്റെ റസൂൽ കയ്യിലേൽപ്പിച്ചിരിക്കുകയാണ്. 10 പേരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സ്വർഗ്ഗത്തിലെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള സുവിശേഷം അറിയിച്ച ഒന്നാമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താണ്? ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല, ഒരു ഹറാമ് പോലും ചെയ്തിട്ടില്ല, ഒരു ഫർള് പോലും ഒഴിവാക്കിയിട്ടില്ല, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നാളെ പരലോകത്ത് ചെന്ന് പടച്ചവനെ ഞാൻ അമലുകൾ ചെയ്യേണ്ടതായിരുന്നു എന്ന് പരലോകത്തിലല്ല പറഞ്ഞത്. പച്ചയായ മനുഷ്യനായി പച്ച മണ്ണിലൂടെ നടന്നു പോകുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഫ്ആലി കസീറുൻ زاد طاعتي قليل كيف حالي يا إلهي ليس لي خير العمل سوء أفعالي كثير زاد طاعتي قليل. അബൂബക്കർ തങ്ങൾ പറഞ്ഞതെന്താണ്? അബൂബക്കർ തങ്ങൾ പ്രാർത്ഥിച്ചതെന്താണ്? കൈഫ ഹാലി യാ ഇലാഹി, അല്ലാഹുവേ എന്റെ അവസ്ഥ എന്താകുമെന്ന് പടച്ചവനെ, എന്റെ അവസ്ഥ എന്താകും പടച്ചവനെ? എന്തുകൊണ്ടാണ്? ലൈസ ലീ ഖൈറുൽ അമൽ, എനിക്ക് ഒരു നന്മകളുമില്ല, ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല. ആരായി പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ അമലുകളും അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു രാത്രിയിലെ ഒരു പകലിന്റെ അമലോളമായിരുന്നില്ലെങ്കിൽ എന്നാഗ്രഹിച്ചു പോയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും കൊതിച്ചു പോയ ഈ സിദ്ദീഖ് തങ്ങൾ പറയുന്നത് എന്താണ്? അല്ലാഹുവേ എനിക്ക് അമലുകളൊന്നുമില്ല, എന്താകും എന്റെ അവസ്ഥ? എന്റെ അമലുകളൊക്കെ വളരെ കുറവാണ് തമ്പുരാനെ. സഹോദരങ്ങളെ, അവര് ദുനിയാവിൽ വെച്ച് വിലപിച്ചവരാ, അവര് ദുനിയാവിൽ വെച്ച് വിലപിച്ചവരാ. നാളെ പരലോകത്ത് ചെന്ന് വിലപിക്കേണ്ട അവസ്ഥ അല്ലാഹു നമ്മൾക്ക് വരുത്താതിരിക്കട്ടെ. ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒന്നാമത്തെ വിലാപം, ഒന്നാമത്തെ നിലവിളി, അള്ളാഹുവേ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. അത് അവിടെ ചെന്നിട്ടല്ലല്ലോ ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോ നിങ്ങൾക്കറിയോ എന്റെ സഹോദരങ്ങളെ, എന്റെ പെങ്ങന്മാര് ഖുർആൻ തൊട്ട കാലം മറന്നില്ലേ? ഇല്ലേ? എവിടെന്ന് പൈസ കിട്ടിയാലും മുത്തശ്ശി, ഉമ്മാമ്മ, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഉമ്മാടെ ഉമ്മാക്ക് എന്താ പറയാ? ഉമ്മമ്മ. എവിടെന്ന് ആര് പൈസ കൊടുത്താലും ഉമ്മാമ്മ ഖുർആന്റെ ഇടയിലേ വെക്കുള്ളൂ. അങ്ങനെ പേരെ കുട്ടികളെ കണ്ടിട്ട് ചോദിച്ചു, ഉമ്മാമ്മ നിങ്ങൾ എന്തിനാ പൈസ കിട്ടുന്നൊക്കെ ഖുർആന്റെ ഇടയിൽ വെക്കുന്നത്? പെരുകാനാണോ? അല്ല, ഖുർആന്റെ ഇടയിൽ വെച്ചാൽ അത് ആരും എടുക്കൂല. കാരണം ആരെങ്കിലും എടുത്ത് ഖുർആൻ നിവർത്തി നോക്കിയാലല്ലേ പൈസ കാണൂ. അപ്പൊ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം എന്ന് പറയുന്ന ഖുർആനാ. ശരിയല്ലേ? ഖുർആനുമായി എന്തു ബന്ധമായി എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? നമുക്ക് എന്തു ബന്ധമാണുള്ളത്? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ചിന്തിക്കും, പടച്ചവനെ ഒരു പേജും ഖുർആൻ ഓതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രക്ഷയില്ല. അത് ഇവിടെ വെച്ച് ചെയ്യണമായിരുന്നു, ഇവിടെ വെച്ച് ചെയ്യണമായിരുന്നു. നിസ്കരിക്കാന് പള്ളിയിൽ ബാങ്കൊന്ന് മുടങ്ങിപ്പോയാൽ മൊല്ലാക്ക മുക്രി 11:30 ലോഹറിന്റെ ബാങ്ക് വിളിച്ചു. നാട്ടിലെ ചെറുപ്പക്കാരും ലോറിങ്ങാറ് തൊഴിലാളികളും നാട്ടുകാരും കമ്മിറ്റിക്കാരും എല്ലാം കൂടെ ഇരച്ചു കയറി പള്ളിയില്
നേരെ പള്ളിയിലോട്ട് വന്നു. എന്താ സംഭവിച്ചതെന്നറിയാൻ കഴിയുന്നില്ല. മുക്രിയെ പള്ളിക്കകത്തുനിന്ന് പിടിച്ചിറക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിച്ച 12:30-ക്കല്ലേ ബാങ്ക്, 11:30 മണിക്ക് വിളിച്ചത് എന്താണ്? ആ സമയത്ത് മൊല്ലാക്ക പറഞ്ഞു, മുക്രി പറഞ്ഞു, അപ്പൊ നിങ്ങൾ എന്റെ ബാങ്ക് കേൾക്കാറുണ്ടല്ലേ? ഇന്ന് വരെ നിങ്ങൾ ഒരുത്തനും പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ 1 മണിക്കൂർ നേരത്തെ വിളിച്ചപ്പോ നിങ്ങളെല്ലാം കൂടെ ഇരച്ച് പള്ളിയിൽ വന്നു. അതുകൊണ്ട് നാളെ മുതൽ ഒരു കാര്യം ചെയ്യും, കറക്റ്റായിട്ട് എന്റെ ബാങ്ക് കേൾക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ നാളെ നിസ്കരിക്കാൻ വരും. വന്നാൽ എനിക്ക് ജമാഅത്തെങ്കിലും കിട്ടുമല്ലോ. ഇത് പള്ളിയിലെ മൊല്ലാക്കക്ക് പറയേണ്ടി വരുന്നില്ലേ? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മളിപ്പോ ഇവിടെ താന്തോന്നികളായി അങ്ങ് ജീവിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹുവേ, പള്ളിയിൽ ബാങ്ക് കേട്ടു, നിസ്കരിക്കേണ്ടതായിരുന്നു, കഴിഞ്ഞില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഹിലാരി ക്ലിന്റനും ഡൊണാൾഡ് ട്രംപും അധികാരത്തിനു വേണ്ടി മത്സരിച്ചു. എന്തേ ഹിലാരി ക്ലിന്റൺ പരാജയപ്പെട്ടു പോയത്? അവര് പ്രവർത്തനം കുറച്ചു കാണിച്ചു. എങ്ങനെയായിരുന്നു? എന്തായിരുന്നാലും ശതകോടീശ്വരനായ, സ്ത്രീലംബടനായ, സ്ത്രീ വിരുദ്ധനായ, തെമ്മാടിയായ, ആഭാസപരം കാണിക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് എന്തായിരുന്നാലും ഞാനായിരിക്കും വിജയിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രചരണം അങ്ങോട്ട് കുറച്ചു. എന്താ സംഭവിച്ചത്? 45-ാമത്തെ പ്രസിഡന്റായി 72 വയസ്സുകാരനായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു. അപ്പോഴാണ് ഹിലാരി ക്ലിന്റൺ ചിന്തിച്ചത്, എന്തു ചെയ്യാൻ, ഞാൻ ഉഷാറായിട്ട് അങ്ങോട്ട് പ്രചരണം നടത്തേണ്ടതായിരുന്നു, കഴിഞ്ഞില്ലല്ലോ. ആ ഹിലാരി ക്ലിന്റന്റെ മനസ്സിന്റെ വേദന ഒരിക്കലും വിഫലമാകുന്ന വിലാപമല്ല, അത് സഫലമാകുന്ന വിലാപമാണ്. ഒന്ന് പരിശ്രമിച്ചാൽ അടുത്ത 4 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് ജയിച്ചു വരാം. പക്ഷെ പരലോകത്ത് ചെന്നിട്ട് പടച്ചോനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അവിടെ രക്ഷയില്ല. അതാണ് വിഫലമാകുന്ന ഒന്നാമത്തെ വിലാപം. അള്ളാഹുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളെ. അള്ളാഹു തൗഫീഖ് നടപടി എടുക്കുകയാണ് അള്ളാഹു. എങ്ങനെയെന്നറിയോ? ഒരാട് മറ്റൊരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ കുത്തുകൊണ്ട ആടിനെ കൊണ്ട് തിരിച്ചു കുത്തിക്കുകയാണ് കുത്തിയ ആടിനെ. ഒരു പശുവെങ്ങാനും അടുത്ത ഒരു പശുവിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ കുത്തുകൊണ്ട പശുവിനെ കൊണ്ട് കുത്തിയ പശുവിനെ തിരിച്ചു കുത്തിപ്പിക്കുന്ന റബ്ബിന്റെ പ്രതികാര നടപടി, അള്ളാഹുവിന്റെ ഖിസാസ് നടക്കുകയാണ്. ഒരു സിംഹമെങ്ങാനും മാൻപേടയെ കടിച്ചു കീറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ആ മാൻപേട സിംഹത്തിനെ തിരിച്ചു കടിക്കുകയാണ്. അള്ളാന്റെ പ്രതികാര നടപടി അവിടെ എടുക്കുകയാണ്. അള്ളാന്റെ ഖിസാസാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു നീതിമാനാണ്, പടച്ചവന് നീതിമാനാണ്. അവിടെ അള്ളാഹു തആല നീതി നടപ്പിലാക്കുമ്പോ ഈ മനുഷ്യരല്ലാത്ത മുഴുവൻ മൃഗങ്ങളോട്, പക്ഷികളോട്, ഇഴജന്തുക്കളോട്, പറവകളോട്, പാറ്റകളോട്, പ്രാണികളോട് അള്ളാഹു അവസാനം പറയുന്നത് എന്തെന്നറിയോ? പശുവിന് സ്വർഗമില്ല, കാളയ്ക്ക് നരകമില്ല, ഒട്ടകത്തിന് സ്വർഗമില്ല, കുതിരയ്ക്ക് നരകമില്ല. ഈ ജീവജാലങ്ങളോട് അള്ള പറയുകയാണ്, കൂനൂ തുറാബാ, നിങ്ങൾ മണ്ണായി മാറണേ, പച്ചമണ്ണായി നിങ്ങൾ മാറണേ. പെങ്ങളെ, വീട്ടിൽ വളർത്തുന്ന ആടുണ്ടല്ലോ, നാളെ പരലോകത്ത് വന്നാല് പച്ചമണ്ണാണ്. കോഴിക്കോട്ടിൽ വളർത്തുന്ന കോഴി കുഞ്ഞുങ്ങളുണ്ടല്ലോ, നാളെ പരലോകത്ത് വന്ന മണ്ണാണ്. പെങ്ങളെ ചിന്തിക്കണേ, ഈ ജീവജാലങ്ങളെ മണ്ണാക്കി മാറ്റുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, കയ്യിലൊന്നുമില്ലാതെ വന്ന മനുഷ്യ, ഇനി അഥവാ എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിലും മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. ഇവിടെ ഫസാദ് പറഞ്ഞവൻ, ഇവിടെ പരദൂഷണം പറഞ്ഞവൻ, ഇവിടെ ഗീബത്ത് പറഞ്ഞവൻ, നമീമത്ത് പറഞ്ഞവൻ, ഇവിടെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചവൻ, ഇവിടെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചവനുണ്ടല്ലോ, നാളെ പരലോകത്ത് വരുമ്പോ ഇനി എത്ര ഹജ്ജ് ചെയ്ത ഹാജിയാരാണെങ്കിലും, ഇനി എത്ര പ്രസംഗിക്കുന്ന പ്രഭാഷകരാണെങ്കിലും, ഇനി എത്ര വലിയ ആലിമാണെങ്കിലും, ഖാദിയാണെങ്കിലും അവരുടെ അമലുകൾ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്താണ് അള്ളാഹു ആട്ടിൻപറ്റങ്ങളോട്, മാട്ടിൻകുട്ടികളോട്, മാൻപേടയോട്, കുതിരക്കൂട്ടങ്ങളോട്, സിംഹത്തിനോട്, കടുവയോട്, ആനയോടും മണ്ണാകാൻ പറയുന്നത്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ പറയുന്നത് എന്തെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നബ പറയുകയാണ്, അവിടെയാണ് രണ്ടാമത്തെ നിലവിളി വരിക. മറക്കല്ലേ, ഞാൻ തർത്തീബോടെ ക്രമപ്രകാരം പറയുകയാണ്. അല്ല പറയുന്ന രണ്ടാമത്തെ വിലാപം അവിടെയാണ്. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ യഖൂലു യാ ലൈതനി കുന്തു തുറാബാ. ചിന്തിക്കണേ
മനുഷ്യന്റെ അധപ്പതനം അവിടെയാണ്. മനുഷ്യന്റെ അധപ്പതനം അവിടെയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു സൂറത്തുൻ നബ അമ്മ എന്ന് തുടങ്ങുന്ന അധ്യായമുണ്ടല്ലോ, 30-ാമത്തെ ജുസ്. അല്ലാഹു പറയുന്നു യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ, അവൻ അവന്റെ എന്താണ് കൊണ്ടുവന്നുവെന്ന് നോക്കുകയാണ്. ഇല്ല ഒരു നിസ്കാരമില്ല, നോമ്പില്ല, സൽക്കർമ്മങ്ങളൊന്നുമില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ, സ്വർഗപ്രവേശനത്തിന് യാതൊരു അമലും അവന്റെ കയ്യിലില്ല. ആ സമയത്ത് അവന് പറയുന്നു വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ, അല്ലാഹുവേ ഞാനും കാളകളെ പോലെ മണ്ണായിരുന്നെങ്കിൽ, ഞാനും പട്ടികളെ പോലെ മണ്ണായിരുന്നെങ്കിൽ, ഞാനും പന്നികളെ പോലെ മണ്ണായിരുന്നെങ്കിൽ, ഞാൻ കഴുതകളെ പോലെ മണ്ണായിരുന്നെങ്കിൽ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. എന്റെ പെങ്ങളെ നമ്മൾ പറയേണ്ടി വരുന്നതാണ്. ഇവിടെ വെച്ച് ചിന്തിച്ച് നല്ല ജീവിതം നയിച്ചില്ല എങ്കിൽ നാളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കാമുകന്മാര് വരില്ല, നമ്മുടെ പ്രിയപ്പെട്ടവര് വരില്ല. ഒളിച്ചോടി പോകുന്ന പെങ്ങളെ കാസർഗോഡ് ജില്ലയിലുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ചരിത്രങ്ങൾ ഞാൻ വളരെ കുറച്ചു മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നാ നാടിന്റെ നാനാഭാഗങ്ങളില് സ്വന്തം വാപ്പാനെ പോലും പണയപ്പെടുത്തിയിട്ട് ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങളുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് നിന്നൊരു പെണ്ണൊളിച്ചോടി കരയറിയണോ? ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറയുകയാണ്, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ മനുഷ്യന് നായ മണ്ണാക്കപ്പെട്ട നായ ഉണ്ടല്ലോ, അതുപോലെ ആയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന അധപതനത്തിന്റെ അധമഭാവത്തിൽ ആപതിച്ചു പോയ ആ മനുഷ്യന്റെ കഥ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ഒരു പെണ്ണൊരു ചെറുപ്പക്കാരനുമായി ലൈനായി, അവര് പ്രണയത്തിലായി. നാളെ വാലന്റൈൻസ് ഡേ ആണ്, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് 12 മണി കഴിയുന്നത് മുതൽ നാളെ വൈകുന്നേരം മഗ്‌രിബിന്റെ സമയം വരെ, അതല്ലെങ്കിൽ 12 മണി വരെ വാലന്റൈൻസ് ഡേ ആണ്. സഹോദരങ്ങളെ, കാമുകന്മാര് കൂടുതൽ റോസാപ്പ് കൈമാറുന്ന ദിവസമാണ്. പഠിച്ചു പോകല്ലേ പെങ്ങളെ, പെങ്ങളെ. ആയിരം കഴുകന്റെ കണ്ണുകളോട് നമ്മുടെ പൊന്നുമക്കളെ നോക്കിയില്ലെങ്കിൽ കാസർഗോഡ് ജില്ലക്കാരോ, അതിഞ്ഞാലുകാരാ, കാഞ്ഞങ്ങാടുകാരാ, നമ്മുടെ പൊന്നുമക്കളെ കൈവിട്ടു പോകും. സൂക്ഷിക്കണേ. ഒരു പെണ്ണൊളിച്ചോടാ തീരുമാനിച്ചു. ആ പെണ്ണ് കണ്ടുപിടിച്ച കാമുകനോ പക്കാ ഫ്രോഡാണ്, പക്ക ക്രിമിനലാണ്. 4 ക്രിമിനൽ കേസിന്റെ പ്രതിയാണ്, 2 വട്ടം മയക്കുമരുന്നിൽ പ്രതിയാണ്. ആ ചെറുപ്പക്കാരനുമായി സുന്ദരിക്കുട്ടി കാണാൻ മുഞ്ചുള്ള ഒരു പെണ്ണ്. നിങ്ങളറിയ രക്ഷകർത്താക്കൾ എന്ന് പറയുന്ന, പിതാക്കന്മാരെന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ഭാവി 1000 കണ്ണുകളോടെ ആഗ്രഹങ്ങളോടെ നോക്കിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാര് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ആ പെണ്ണിനെ പ്രണയിച്ചത് നാട്ടിലെ ഏറ്റവും പക്ക ഫ്രോഡായ ഒരു മനുഷ്യനാണ്. ആ ചെറുപ്പക്കാരൻ 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയും 2 കഞ്ചാവ് കേസിലെ പ്രതിയുമായ ചെറുപ്പക്കാരന്റെ പ്രണയം വാപ്പ എതിർത്തു. മോളെ, നിനക്ക് അവൻ വേണ്ട, നീ വേറെ ഏത് പയ്യനെ കാണിച്ചതാ, ഞാൻ നിനക്ക് കെട്ടിച്ചു തരാം. വാപ്പാക്ക് പറയാൻ പറ്റുന്നതിനപ്പുറം ഈ ഒരു വാക്കില്ല. അവള് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ചെറുപ്പക്കാരന് 4 ക്രിമിനൽ കേസുണ്ടെന്ന് എനിക്കറിയാം, 2 വട്ടം കഞ്ചാവ് കേസിൽ അവൻ ജയിലിലായവനാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അവനില്ലാതെ ഒരു ജീവിതമില്ല. അതൊന്നുമല്ല ക്ലൈമാക്സ്. ആ പെണ്ണിനോട് വാപ്പ പറഞ്ഞു, മോളെ, അവൻ നിന്നെ ചതിക്കും. അവസാനം അവള് ഒരു ദിവസം രാത്രി അവനെ വിളിച്ചു വരുത്തി. അവൻ വണ്ടിയും കൊണ്ടുവന്നു. വാപ്പാടെയും ഉമ്മായുടെയും ഇടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മകൾ ഒരൊറ്റ ഓട്ടമാണ് ഇറങ്ങി. ആ ഓടിയ ഓട്ടം കാമുകന് പുറത്തു വണ്ടിയും ഡോറ് തുറന്നിട്ടുകൊണ്ട് നിൽക്കുന്ന കാറിലേക്കാണ് ഓടിയത്. ഉമ്മ പിന്നാലെ ഓടിച്ചെന്ന് മകളെ കാലിപ്പിടിച്ചു, മക്കളെ പോകരുത്. ആ സമയത്ത് ഉമ്മായെ കൂടെ പിടിച്ചകത്ത് കയറ്റി, മാതാവിനെ കൂടെ പിടിച്ചകത്ത് കയറ്റി. വാപ്പ നേരെ വന്ന് വണ്ടിയുടെ മുമ്പിൽ കയറി 2 കൈയും വീശി നിന്നിട്ട് പറഞ്ഞു, മക്കളെ നീ പോകരുത്, എന്റെ മകളെ കൊണ്ടുപോകല്ലടാ. അയാള് പറഞ്ഞു, മാറാൻ പറഞ്ഞു. കാമുകൻ പറഞ്ഞു, വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, 18 കൊല്ലം ആഹാരം കൊടുത്ത് നിലത്ത് വെച്ചാലും ഉറുമ്പരിക്കും, തലയിൽ വെച്ചാലും പേനരിക്കുമെന്ന് പറഞ്ഞ് ആറ്റുനോട്ട് വളർത്തി കാല് വളർന്നോ, കൈ വളർന്നോ, തല വളർന്നോ. നോക്കിയ പ്രിയപ്പെട്ട പൊന്നുമോള്
കാമുകനോടൊപ്പം കണ്ണി കണ്ടവനോടൊപ്പം ഇന്നലെ കയറി വന്നവനോടൊപ്പം ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചു. ആ പെണ്ണ് വണ്ടിക്കകത്തിരുന്നു പറഞ്ഞതെന്തെന്നറിയുമോ? വാപ്പ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ കാമുകനോട് പറഞ്ഞു, വാപ്പാടെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോയിക്കോളാൻ. ഒന്നും നോക്കണ്ട, അയാള് മാറിയില്ലെങ്കിൽ കയറ്റി ഇറക്കി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എന്തായി എന്നല്ലേ? അവൻ ഇതുപോലെ 4 പെണ്ണുങ്ങളെ ഇതിനു മുമ്പ് കൊണ്ടുപോയിട്ടുള്ളവനാ. അവൻ ആ പെണ്ണിനെ കൊണ്ടുവന്ന് കളഞ്ഞു. അവന്റെ കാര്യം കളഞ്ഞപ്പോൾ കളഞ്ഞു. വൈക്കോല് ചണ്ടിയെ പോലെ, ചവച്ചരയ്ക്കപ്പെട്ട വൈക്കോല് ചണ്ടികളെ പോലെ വാപ്പാന്റെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തു. ആ വാപ്പ ഇന്ന് തന്റെ കൺമണിയെ പൊന്നുപോലെ നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കണം. വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസത്തെ